ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂജ നടക്കുകയാണ്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. ഇന്ന് അച്ഛൻ മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. എല്ലാ വർഷവും അച്ഛൻ്റെ ഓർമ്മ ഞങ്ങൾ വീട്ടിൽ വെച്ച് ചെറിയൊരു വായനയൊക്കെ നടത്തി ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ഒരുക്കി വീട്ടിൽ വെച്ച് തന്നെ നടത്താറുണ്ട്. അന്ന് വീട്ടിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒത്തുകൂടാറുണ്ട്. എൻ്റെ 2 ചേച്ചിമാരും അളിയന്മാരും അവരുടെ മക്കളും എല്ലാവരും വരും. ഞങ്ങളുടെ വെല്ലുമ്മച്ചിയുടെ മോളും അളിയനും അന്ന് വരും. ആ അളിയനും അമ്മയും കൂടിയാണ് അന്നത്തെ പൂജ ചെയ്യുന്നതും വായിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. നിലവിളക്ക് കൊളുത്തി അച്ഛന് ദക്ഷിണയും വെച്ച് ഞങ്ങൾ പൂജ ആരംഭിക്കുകയാണ്. അന്ന് അച്ഛൻ വിട്ടുപോയപ്പോൾ ഞങ്ങളോർത്തു ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ലോകം തന്നെ അവസാനിച്ചെന്നാണ്. പക്ഷേ ഞങ്ങളും എല്ലാം 3 പിള്ളേരും കുഞ്ഞായിരുന്നു, ചെറുതായിരുന്നു. അമ്മയാണ് ഞങ്ങളെ എല്ലാം ജോലിയെല്ലാം നോക്കി ഞങ്ങളെ ഇപ്പോഴത്തെ ഈ സ്ഥിതി വരെ എത്തിച്ചു. ഭയങ്കര കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ സഹിച്ചാണ് ഞങ്ങൾ വളർന്നതും. അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ ഭയങ്കര ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ 2 ചേച്ചിമാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന്. എന്നെക്കാട്ടി കൂടുതൽ അവരെയായിരുന്നു ഇഷ്ടം. അപ്പം ഞങ്ങളെന്നും ഞങ്ങളുടെ അച്ഛനെ ഓർക്കാറുണ്ട്, എപ്പോഴും ഓർക്കാറുണ്ട്. സദാ സമയവും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വസിച്ച് 16 വർഷമായിട്ടും ഞങ്ങൾ ഇന്നും ആദ്യത്തെ പ്രാവശ്യം ആഘോഷിക്കുന്നത് പോലെ ഉള്ള ഞങ്ങൾക്ക് അത്രയ്ക്ക് ഞങ്ങൾക്ക് ഈ പൂജാ കർമ്മങ്ങളും ഒക്കെ നടത്തണമെന്നും ഒക്കെ ഭയങ്കര ഇതാണ്. ഞങ്ങൾക്ക് കുറച്ച് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാനും പറ്റുന്നുണ്ട് ഇത് കാരണം. അപ്പോൾ പൂജ ചെയ്യുവാണ് ഞങ്ങളെല്ലാവരോടും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. അന്ന് മുതൽ ഞാനും ഈ പൂജയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ പൂജയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അപ്പം നമ്മുടെ വായന തുടങ്ങാറായിരിക്കുകയാണ്. അകത്ത് സദ്യയുടെ ചെറിയ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാരായണ ജയ നാരായണ ജയ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോദരൻ മകമേ വിലസുത നാരായണ ജയ ജന്മാർജിത കർമ്മവശേഷം ഇവിടെ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സാമ്പാറിനൊക്കെ നല്ല കഷ്ണം അരിഞ്ഞ് വെച്ചേക്കുന്നു. മെഴുക്കുവരട്ടിയായി, പിന്നെ അവിയൽ, പച്ചടി, ബീട്രൂട്ട് പച്ചടി, പരിപ്പിന് വേവിച്ച് വെച്ചേക്കുന്നു. അങ്ങനെ സദ്യകളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവിയലിൻ്റെ കഷ്ണമൊക്കെ വെന്തു. പച്ചടിക്കൊക്കെ കലക്കിക്കൂട്ടി ചേർക്കുവാണ് നമ്മൾ. അങ്ങനെ എൻ്റെ ചേച്ചി സാമ്പാർ ഉണ്ടാക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനായിരുന്നു തീയൽ, വെണ്ടയ്ക്ക തീയൽ. അതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 17 കൂട്ടം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 17 കൂട്ടം ഉണ്ടായിരുന്നു സദ്യക്ക് കേട്ടോ, കൂട്ടാനൊക്കെ. അതിൻ്റെ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പിന്നെ തേങ്ങയൊക്കെ വറുത്ത് മാറ്റി വെച്ചു. പിന്നെ കഷ്ണമൊക്കെ ഇട്ട് വഴറ്റുകയാണ്. പിന്നെ ലാസ്റ്റ് എല്ലാം വേവിച്ച് വെച്ചിട്ട് എല്ലാത്തിനും കൂടെയാണ് കടുക് വറുത്ത് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ, ചൂടോടെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കടുക് വറുക്കുകയാണ്.
ഇഞ്ചിക്കറി രാത്രി ഉണ്ടാക്കിയില്ല. ഇഞ്ചിക്കറി, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഇതെല്ലാം നമ്മൾ തലേന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാക്കി എല്ലാത്തിലും നമ്മളൊന്നും കൂടി കടുക് വറുത്ത് ഒഴിച്ചെടുക്കുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ തോരന് കടുക് വറുത്ത് അത് വിട്ട് പപ്പടം കാച്ചുക. അവിലൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നല്ല സൂപ്പർ അവിലൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് പകർന്ന് വെക്കുകയാണ്. അച്ഛനാദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല സൂപ്പർ മാങ്ങ അച്ചാറ് പിന്നെ തലേന്ന് ഇട്ട് വെച്ചതാണ്. പിന്നെ നല്ല തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ ഇഞ്ചിക്കറി. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയും അച്ഛന് വിളമ്പാൻ പോവുകയാണ്. ഉപ്പേരി, ഇഞ്ചിക്കറി, അവിയൽ, തോരന്, കടുമാങ്ങ, എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ഇഞ്ചിക്കറി അവിയല വെണ്ടയ്ക്ക തീയൽ, നാരങ്ങ അച്ചാറ്, പേരുമെഴുകോട്ടി, രണ്ട് തരത്തിലുള്ള പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ബീറ്റ്റൂട്ട് പച്ചടിയും പിന്നെ നമ്മുടെ സാദാ പച്ചടി. അങ്ങനെ അച്ഛന് ചോറ് വിളമ്പി. പരിപ്പ്, സാമ്പാർ, മോര്, പച്ചമോര്, വെള്ളം എല്ലാം കൊടുത്ത അച്ഛന് നമ്മൾ വിരുന്തൂട്ടി. അച്ഛൻ കഴിക്കുന്ന വരെ നമുക്ക് മാലതിക്കാം. അത് കഴിഞ്ഞ് എല്ലാവർക്കും നല്ലപോലെ ആഹാരം കൊടുത്തു. എല്ലാവരും കഴിച്ചു. നമ്മൾ കുറച്ച് പേർക്കും പറഞ്ഞിട്ടുണ്ട്, അവരും വരും, അവർക്കും കൊടുക്കും. പാവങ്ങൾക്ക് നമ്മുടെ മക്കളെല്ലാം കഴിക്കുകയാണ്. അമ്മ അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള വായന തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു. മറ്റൊരു ഉച്ച കഴിഞ്ഞുള്ളതേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.